കുഴപ്പമില്ല. നല്ല കോമഡി ഇല്ല, നല്ലൊരു ടീമാണ്. ഹാർട്ട് ടച്ചിങ് ഫിലിം. രണ്ടുപേരുടെയും മത്സരിച്ച അഭിനയമല്ല അവർ രണ്ടുപേരും. ഹിന്ദി കറിയാണ് അല്ല തമിഴ് പടം അത്ര ഒരു എക്സ്പെക്ടേഷനോളം വന്നിട്ടില്ല ഫിലിം. അവര് ഹൊറർ നോർമലി അണ്ടർലൈൻ ഹൊറർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഹൊറർ ഫീലിംഗ് വന്നിട്ടില്ല. പിന്നെ മൊത്തത്തിലുള്ള ഒരു ആക്ടിങ് ആയാലും പിന്നെ പാട്ടൊക്കെ ആയാലും അത്രത്തോളം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പെക്ടേഷനിൽ വന്നിട്ടില്ല. മീൻസ് വിചാരിച്ച പോലെ അത്ര വന്നിട്ടില്ല. സസ്പെൻസ് ത്രില്ല് പോലും ഇല്ലായിരുന്നു. പിന്നെ ഒരു കണ്ടിന്യൂറ്റിയും കുറച്ച് ലാഗിങ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി. പിന്നെ സ്റ്റോറി എന്താണ് എൻ്റെ പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് കാര്യം കണ്ടിട്ടൊന്നുമില്ല. പാട്ടൊക്കെ ഭയങ്കര മോശമാണ്. ആവശ്യമില്ല തക്കി കയറി കുറച്ച് തള്ളിക്കെറ്റി കുറേ പാട്ടല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. നമുക്ക് ഇത്രയും കാലം സുമതി വളർന്ന് കഴിക്കണതിൻ്റെ ഒരു ഹൊറർ ഫീലിംഗ് ഒന്നും ഒരിക്കലും വന്നിട്ടില്ല. അത്ര ത്രില്ലിംഗ് എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. നല്ല പടം, നല്ല പടം, നല്ല സൂപ്പർ പടമായിരുന്നു. ചിരിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല അഭിനയമാണ്. ഒരാളെ തന്നെ പ്രത്യേകം പറയാൻ ഇല്ലാത്ത നല്ല അഭിനയം. എല്ലാവരും കൊള്ളാം. നല്ല മൂവിയാണ്. എടുത്തു പറയാനുള്ള എല്ലാം സ്ക്രിപ്റ്റ് വൈസും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള സിനിമയുടെ ഈ കഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൊററുണ്ട്, കോമഡിന് റൊമാൻസ് ഉണ്ട്. അശോകിന്റെ ഒരു ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കും ഈ മൂവി. എല്ലാവരും ഇൻഫാക്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. രോമാഞ്ചം വേറൊരു അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഈ മൂവിക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹൊറർ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ആകാശഗംഗയുടെ ഒക്കെ ഒരു എഫക്റ്റ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ട് പേഴ്സണലി എനിക്ക് താല്പര്യമുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു വിഷ് ചെയ്യുന്നു ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾക്ക് തന്നതിന്. നല്ല കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൂടി കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ. ഒന്നുമില്ല, നല്ല സിനിമ. സൂപ്പർ പടം. കുറ്റവുമില്ല, കുറവുമില്ല, ഒന്നുമില്ല. കണ്ടിരിക്കാൻ ലാസ്റ്റ് വരെയും കണ്ടിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മൂവി. കൺഫ്യൂഷനായി, പക്ഷെ അതൊരു ലാസ്റ്റ് ത്രില്ലിംഗ് ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു. 15 വർഷത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ കണ്ടു. 15 വർഷത്തിന് ശേഷം. അത് പഴയ ഒരു സിനിമയുടെ മോഡൽ ഇപ്പോഴത്തെ ടെക്നോളജി മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പേടിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ ഈ സിനിമ കണ്ടാൽ ശരിക്കും പേടിക്കും. തമാശ അടിപൊളി, നല്ല 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 തിരക്കഥ. അവരാ കോംബോയാണ്, മറ്റേ മാളികപ്പുറം ടീമിന്റെ അവരാ കോംബോ നല്ല തിരക്കഥയും അടിപൊളി ഡയറക്ഷൻ. നല്ല എല്ലാവർക്കും, കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്കും കാണേണ്ട ഒരു സിനിമ. തിയേറ്ററിൽ തന്നെ ഒന്നും കാണും. മറ്റേ പേര് തന്നെ വ്യത്യസ്തതയുണ്ട്. നല്ല തിരക്കഥ, നല്ല തിരക്കഥയും അതിന്റെ ഡയറക്ഷനും അതിന്റെ ഇതാണ്. മറ്റേ ആദ്യത്തെ ആ ടീമിന്റെ കോംബോയാണ്. കൊള്ളാം. നല്ല അതല്ല പറയുന്നത്. കുളത്തിപ്പുഴ ലൊക്കേഷൻ പക്ഷെ നമ്മളെ കല്ലറയല്ല പറയുന്നത്. ആ കഥയല്ല, നമ്മൾ കേട്ട കഥയല്ല പറയുന്നത്. ഒന്നുമില്ല, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമുക്ക് എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫിലിം അടുത്ത് എന്ത് വരും എന്നൊരു എക്സ്പെക്ടിങ് നമുക്ക് പറ്റുന്ന ഒരു ഫീലാണ്. പേടിക്കുന്ന ഒരു സീനും ഇല്ല അതിൽ. അങ്ങനെ ഒരു ഫീലിംഗ് ആർക്കും വരുന്നില്ല. ഇവൻ കൊച്ചു പിള്ളേർ വരെ ഇരുന്ന് കാണാം. നോ ഇഷ്യൂസ്.